മലയാള സിനിമയിൽ ഒരു സൈലന്റ് ആക്ട്രസ് ഉണ്ട്. എല്ലാ സിനിമയിലും ഈ നടിയുണ്ട്. പക്ഷെ എത്ര പേർക്ക് ഈ നടിയെ പേഴ്സണലി അറിയാമെന്ന് എനിക്ക് അറിയില്ല. ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഷീ ഈസ് യങ്, ഷീ ഈസ് ഗോർജിയസ്, ഷീ ഈസ് ഫാന്റാസ്റ്റിക്, ഷീ ഈസ് വണ്ടർഫുൾ, ഷീ ഈസ് ദ വൺ ആൻഡ് ഓൺലി. ഹായ്, ഞാൻ അപർണ നായർ. നിങ്ങൾക്ക് എന്നെ അറിയോന്ന് അറിയില്ല, എന്തായാലും ഇപ്പൊ കുറെ അറിയാം. അങ്ങനെ അല്ല, ഇപ്പൊ എന്തായാലും ഷാൻ എന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കല്ലോ, അപ്പൊ നമുക്ക് കൂടുതൽ അറിയാം. Well, Aparna Nair, actor Aparna Nair is here with me. Welcome to my show. Thank you. So tell me, ആദ്യം Aparna Nairനെ കുറിച്ച് ഒരു ബ്രീഫ് പറയൂ. Who is Aparna Nair? അപർണ നായർ എന്ന് പറഞ്ഞാൽ മലയാളത്തില് നിവേദ്യം എന്ന സിനിമയിലൂടെ ലോഹിസ കൊണ്ടുവന്നൊരു കുട്ടിയാണ്. അതിനു മുമ്പ് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്തുന്നത് റോഷൻ ആൻഡ്രൂസ് ആണ്, നോട്ട്ബുക്കിന് വേണ്ടിയിട്ട്. അത് ഒരു ഷോട്ടിലേ ഉള്ളൂ, ആ സിനിമയുടെ ഒരു ഓപ്പണിംഗ് ഷോട്ട്. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിൾ ആണെന്ന് ഞാൻ പറയും. ഞാനൊരു I'm a good human being. അത്ര പറയുള്ളൂ. I'm a romantic human being. No. ഞാൻ എന്റെ കാര്യം പറഞ്ഞ. അത് ശരിയാ. Who is Aparna? ആക്ടർ അല്ലെങ്കിൽ what are you? അല്ലാണ്ട് ഞാനൊരു ഡാൻസർ ആണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കഥകളിയൊക്കെ ചെയ്യായിരുന്നു. ലൈക്ക് 12th വരെ ഞാൻ കഥകളി ചെയ്യായിരുന്നു. ഞങ്ങൾ 3 കൊല്ലം സ്റ്റേറ്റ് വിന്നേഴ്സ് ആണ് കഥകളിയില്. പിന്നെ പറയുകയാണെങ്കിൽ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഇപ്പോഴും ഡാൻസ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ. She is a super woman. ഇന്ന് എന്റെ കൂടെ ഉണ്ടാവും അപർണ on Star Jam. So Aparna, how do you feel? I feel good because ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ ഷാന്റെ എനർജിനായിട്ട് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. Let's start the show. ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപർണ tell me, ഏത് ക്വസ്റ്റ്യൻ ആണ് അപർണയോട് ചോദിക്കണം എന്ന് അപർണ ആഗ്രഹിക്കുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഞാൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അത് ഞാൻ ഷാൻ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ സിനിമ കാണുന്ന ആൾക്കാർക്ക് എന്നെ അറിയുണ്ടാവും, പക്ഷെ പേഴ്സണലി അവർക്ക് എന്നെ തീരെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഏത് ക്വസ്റ്റ്യൻ ആണ് അപർണയോട് ചോദിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നത്? പ്രണയത്തിനെ കുറിച്ച് ചോദിക്കണ്ട. ഒന്നിലധികം ഉത്തരങ്ങൾ തരാൻ താല്പര്യമില്ല അല്ലേ? Well, that's Aparna Nair with RJ Shan on Star Jam. Tan Ganagana. Fun. Tan Ganagana. Fun. Tan Ganagana. Fun. You're listening to Star Jam on Club FM 94.3. Welcome back to my show. So Club FM Star Jam il innu njan Aparna Nair enna actor-ne explore cheyan pone. So Aparna, welcome back to my show. Thank you. Star Jam with RJ Shan. അപർണയെ കുറിച്ച് എങ്ങനെ അറിയപ്പെടണമെന്ന് ആഗ്രഹം? എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് അറിയപ്പെടാനാണ്. സിനിമയിലുള്ളവരെ കുറിച്ച് പലർക്കും ഒരു ധാരണ ഉണ്ട്, ഭയങ്കര ജാടയാണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. ഡിഫൈൻ ജാട. തീരെ ഫ്ലെക്സിബിൾ ആവില്ല, കംഫർട്ടബിൾ ആവില്ല. ഇപ്പം ഷാനും ഞാനും തമ്മിൽ ഇവിടെ നമ്മൾ രണ്ടാളും കംഫർട്ടബിൾ ആണ്. പക്ഷെ ചില ആർട്ടിസ്റ്റ് വരുമ്പം ഷാൻ ഇത്ര കംഫർട്ടബിൾ ആയിരിക്കും. എന്നെ ഇട്ട് കളിക്കണ്ട. Okay, give me. So that is jada. Yeah. So എന്റെ കാഴ്ചപ്പാടിൽ that is jada. ഇതില്ലെങ്കിൽ സിമ്പിൾ ആണ്. അതെ, അല്ല അങ്ങനെയല്ലേ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഹാൻഡിൽ ചെയ്യാന്നാണ് എന്റെ വിശ്വാസം. ആക്സസിബിൾ ആണ്, അപ്രോച്ചബിൾ ആണ്. അതെ. അതിന്റെ ദോഷം അനുഭവിച്ചിട്ടുണ്ടോ? ദോഷം ചില സ്ഥലത്തുണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. എന്ത് ദോഷമാണ് അനുഭവിച്ചിട്ടുള്ളത്? ഇന്ന സമയത്ത് ഷൂട്ടിന് വരണമെന്ന് പറയും, അവര് രാവിലെ 10 മണിക്ക് ഷൂട്ടുള്ളതിനും ചിലപ്പോൾ 5 മണിക്ക് വിളിക്കും. അപ്പൊ നമ്മൾ ഓക്കെ വരാമെന്ന് പറയും, അവിടെ പോകും, വെറുതെ ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ ചെറിയ ദോഷങ്ങളല്ലാണ്ട് അതിന്റെ വലിയ ദോഷങ്ങളൊന്നും. A girl should be simple, a girl should be hard. ഒരു പെൺകുട്ടി സിമ്പിൾ ആയിരിക്കണം, ഒരു പെൺകുട്ടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കണം. അതായിരിക്കും എപ്പോഴും. ഒരു ഗേൾ എന്ന് പറയേണ്ട ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ സിമ്പിൾ ആവുന്നതാണ്. അത് അത്രയും കുറവ് പ്രോബ്ലംസ് ഉണ്ടാക്കുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. വേർഡ്സ് ഫോർ ദ ഡേ. ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ലൈഫിൽ സിമ്പിൾ ആണെങ്കിൽ അത്രയും കുറവ് പ്രോബ്ലംസ് ലൈഫിൽ ഉണ്ടാക്കുള്ളൂ. അങ്ങനെയാണ് എന്റെ വിശ്വാസം കേട്ടോ. ലെറ്റ്സ് സീ. എന്തായാലും പിന്നെ നോക്കാം. ഇന്നത്തെ ഷോയില് എന്റെ കൂടെ ഉള്ളത് അപർണ നായർ ആണ് on Star Jam. Tan Ganagana. Fun. You're listening to Star Jam on Club FM 94.3. Club FM Star Jam എന്റെ കൂടെ ഉള്ളത്, എന്റെ അടുത്ത് ഒരു വാക്കാണ് ഈ പെൺകുട്ടി പറയുന്നത്. Silence. അപർണ നായർ with me on Star Jam. Star Jam with RJ Shan. ഞാൻ കുറച്ച് fill in the blanks തരാൻ പോവാണ്. നോക്കട്ടെ അപർണ എത്ര ആൻസർ പറയുന്നത്. ഞാൻ കണ്ട മോസ്റ്റ് സൈലന്റ് ആയിട്ടുള്ള നടൻ ഡാഷ് ആണ് വിനീത്. ഹിസ് വെരി സൈലന്റ് സോബർ. വിനീത് ഓൾറെഡി ചൂടാവില്ല അങ്ങനെ, പക്ഷെ എപ്പോഴെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യത്തെ ഞാൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ടുണ്ട്. വളരെ സൈലന്റ് ആയിട്ട് ദേഷ്യപ്പെടുക. അപർണ എന്ന പേരിന്റെ അർത്ഥം ഡാഷ് ആണ്. പാർവതി. അപർണയുടെ ബോയ്ഫ്രണ്ട് പേര് ഡാഷ് ആണ്. RJ Shan. അപർണയുടെ ബോയ്ഫ്രണ്ടിന്റെ പേരിന്റെ അർത്ഥം ഡാഷ് ആണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ അർത്ഥം പറയാൻ പറ്റും. പിന്നെ ലോകത്തുള്ള എല്ലാ നടിമാരും നുണ പറയും. തീർച്ചയായിട്ടും. ഈ ഷാൻ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് അറിയില്ല. ആരെങ്കിലും ഇവിടെ വന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? ഒരാണിനെ അപർണ ഇഷ്ടപ്പെടുന്നത് ഡാഷിലൂടെയാണ്. പേഴ്സണാലിറ്റി ഓഫ് കോഴ്സ്. ഒരാണിനെ ഞാൻ വെറുക്കുന്നത് ഡാഷിലൂടെയാണ്. ചിലരില്ലേ നമ്മളിപ്പോ പെൺകുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓ അത് അവളെ പെണ്ണല്ലേ എന്ന് പറഞ്ഞ് ഭയങ്കര താഴ്ത്തി കെട്ടിയൊക്കെ അങ്ങനത്തെ ആൾക്കാർ എനിക്ക് അവരോട്
ദേഷ്യമല്ല, എനിക്ക് അവരോട് പുച്ഛാണ് തോന്നാറ്. കാരണം അവർ ചെയ്യുന്ന എത്രത്തോളം തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാന്ന് അവർക്ക് അറിയില്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ആ മലബാർ ഏരിയയിലുള്ള ആരെങ്കിലും കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. കാരണം എനിക്ക് ഫുൾ മലപ്പുറം ഭാഷയാണ്. അപ്പൊ ആ ഭാഷ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളെ കല്യാണം കഴിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എന്താണ് ഞാനും ഇല്ല, കാക്ക കുളിച്ചാ കൊക്കില്ല. ഈ വർഷത്തെ ഫിലിം ഓഫ് 2013 ഡാഷ് ആയിരിക്കും മുംബൈ പോലീസ്. മാൻ ഓഫ് 2013 ഡാഷ് ആയിരിക്കും പൃഥ്വിരാജ്, Sure. അല്ലെങ്കിൽ എനിക്ക് ഋഷിരാജ് സിംഗ്. അദ്ദേഹമാണ്. പിന്നെ എന്താ പറയാ, ഓഫ് കോഴ്സ് അപർണ നായർ and Shan with you on Star Jam. Ton. കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. ചൂസ് വൺ എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. അപർണ നായർക്ക് ഞാൻ 2 ഓപ്ഷൻസ് തരും. അപർണ നായരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താൻ പോവാണ്. അതൊന്നും ഇല്ല ഓൾറെഡി പറയാം. This is Star Jam and welcome back. Thank you. I'm a matchbox. I'm a lighter. Matchbox. ഒരച്ചാലേ തീ വരുള്ളൂ. അതെ. I'm fire. I'm water. I'm water because I'm Aquarian. Aquarians ഒന്നും അത്ര റിയലിസ്റ്റിക് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മളെ റിയാലിറ്റിയാണ് ഏറ്റവും വലിയ നെഗറ്റീവ് തോട്ട്സും ഡ്രീംസ് ആണ് ഏറ്റവും വലിയ പോസിറ്റീവ് തോട്ട്സും. They live in a different world. Yeah. Very nice. I'm like sun. I'm like moon. I'm like moon. Why? Because ഞാൻ അങ്ങനെ അത്ര ബ്രൈറ്റ് ആൻഡ് എനർജറ്റിക് ഒന്നല്ല. കുറച്ച് ഇങ്ങനെ ഷാനിന്റെ അത്ര എനർജി ഒന്നും ഇല്ലാത്ത സാധാരണ ഒരാളാണ്. If you are a moon, who's your sun? അതിപ്പോ ഇവിടെ പറയണോ? So there is a sun. Yeah, of course there is a sun. മൂണിനുള്ളടത്ത് സൺ ഇല്ലാണ്ടിരിക്കുവോ? Well, എന്നെ എന്റെ അമ്മ സൺ എന്നാണ് വിളിക്കാറ്. I'm close with Anup Menon. I'm close with Jayasuriya. ഇപ്പൊ അനൂപേട്ടനാണെങ്കിലും ചേഞ്ചാണ് ഞാൻ അങ്ങനെ സംസാരിക്കേ ഫോൺ വിളിക്കേ അങ്ങനെയൊന്നും ഞങ്ങള് അങ്ങനെ ഒരു സീരിയസ്ലി. ഇതിൽ ആരാണ് ബ്രദർ മെറ്റീരിയൽ, ആരാണ് ലവർ മെറ്റീരിയൽ? മെറ്റീരിയൽ പറഞ്ഞോളൂ, ആക്കാൻ പറഞ്ഞു ചിരിക്കടാ. ഓഫ് കോഴ്സ് ബ്രദർ അനൂപേട്ടൻ. ലവർ മെറ്റീരിയൽ? ലവർ മെറ്റീരിയൽ എനിക്കറിയാം. ജയൻ ചേട്ടൻ ഇസ് മോർ ലൈക്ക് എ ഫ്രണ്ട്. ശോഭന റിട്ടേൺഡ്, മഞ്ജു വാര്യർ റിട്ടേൺസ്. ഏതാ കൂടുതൽ എക്സൈറ്റ് ചെയ്തത്? രണ്ടാമത്തെ. ആണോ? അതെ. ഇപ്പം റോഷൻ ആൻഡ്രൂസ് ആണ് മഞ്ജു വാര്യറിന്റെ മൂവി ചെയ്യാൻ പോകുന്നത്. ഞാൻ സാറിനോട് ആദ്യം തന്നെ വിളിച്ച് പറഞ്ഞില്ല, സാർ ഞാൻ ഒരു ദിവസം ലൊക്കേഷനിൽ വരാം, എനിക്ക് ഒരു ഫോട്ടോ മഞ്ജു ചേച്ചിന്റെ ഒപ്പം നിന്ന് എടുക്കണം. അതെന്റെ വലിയൊരു ഡ്രീമാണ്. ബിക്കോസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആസ് എ ഡാൻസർ എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മഞ്ജു വാര്യർ. സൈലൻസ്. ഈ വാക്കിനെ സ്നേഹിക്കണം, ഈ വാക്കിനെ പേടിക്കണം. ഈ വാക്കിനെ പേടിക്കണം. എന്നോട് പലരും പറഞ്ഞിട്ടുള്ള ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ്. ഞാൻ ബഹളം വെക്കാൻ തുടങ്ങി. എന്റെ കൂടെ എന്റെ ആക്ട്രസ് അപർണ നായർ ഓൺ Star Jam. Ton. കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ക്ലബ് FM സ്റ്റാർ ജാമില് ആക്ട്രസ് അപർണ നായറിന് ഞാൻ അപർണയുടെ ലൈഫിലൂടെ കടന്നുപോയിട്ടുള്ള ചില വാക്കുകൾ പറയും. ഈ വാക്കിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുക. ആദ്യം ലോഹിതദാസ്. ഞാൻ കാണുന്ന രണ്ടാമത്തെ സിനിമ സംവിധായകനാണ് ലോഹിത് സർ. നമുക്കിപ്പോ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവും, എല്ലാം കൊണ്ടും ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരാൾ, ആ ഒരാളെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ലോഹിത് സർ. അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ടും ഞാൻ കണ്ടത് ലോഹിത് സർ എന്ന സംവിധായകനേക്കാൾ കൂടുതൽ ലോഹിത് സർ എന്നൊരു മനുഷ്യ സ്നേഹിനെയാണ്. ബുക്ക് എഴുതാൻ പറഞ്ഞില്ല, 2 വരി പറയാനേ പറഞ്ഞുള്ളൂ. വാദോരാതെ സംസാരിക്കാൻ പറഞ്ഞില്ല എന്നോട്. വി കെ പ്രകാശ്. VKP ടൺ കണക്കിന് ഫൺ. എത്ര VKP എന്ത് തമാശ കളിച്ച് നടന്നാലും ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് എന്ത് വേണം അത് VKPക്ക് അറിയാം. അത് ആ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ സിനിമയിൽ കൊണ്ടുവരണം എന്നുള്ള VKPക്ക് അറിയാം. അനൂപ് മേനൻ. അനൂപേട്ടൻ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണ്, എനിക്ക് എന്റെ ഫ്രണ്ടിനെ പോലെ. ഈ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. അനൂപേട്ടൻ VKP ആ ഒരു ടീം ഇസ് വെരി ക്ലോസ് ടു മീ. പിന്നെ നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം ഒരു സെറ്റിൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അനൂപേട്ടൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പോയി പറയാം. ജയസൂര്യ. ഇവരൊക്കെ ഈ അനൂപ് മേനൻ, ജയസൂര്യ, VKP അത് സിനിമയുള്ള എല്ലാവർക്കും അറിയാം. ഇവരെല്ലാരും തന്നെ സിനിമയിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള. അതാണ് സിനിമയ്ക്ക് പുറത്തുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പുറത്തുള്ള കാര്യങ്ങൾ അതല്ല ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു ഹീസ് ലൈക്ക് മൈ ബ്രദർ, ഹീസ് ദാറ്റ്, ഹീസ് ദിസ് എന്ന് പറയണ്ടാന്ന്. ജയൻ ചേട്ടന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ആർട്ടിസ്റ്റിന് ഒരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ബിക്കോസ് ഹിസ് ഹാർഡ് വർക്ക്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ജയൻ ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറിൽ ഒന്ന് ഈ കോക്ടെയിലത്തെ, ഒന്ന് മറ്റേ അബു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ അതിക്കൊക്കെ ടോട്ടലി നമ്മൾ ജയസൂര്യൻ ഒരു സിനിമ കണ്ട അടുത്ത സിനിമയിൽ ആ ജയസൂര്യ അല്ല, ലുക്കും അതല്ല, അഭിനയം അതല്ല, ഭാഷയും അതല്ല. സോ അതൊരു ഹാർഡ് വർക്കാണ്, അല്ലാണ്ട് ഒരു ദിവസം ക്യാമറയുടെ മുമ്പിൽ വന്ന് അങ്ങനെ ചെയ്യുന്നല്ലോ. അപ്പൊ അപർണ നായർ ഇത്രയും മൈൽ സ്റ്റോൺസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് വാട്ട് ഡു യു
you want to do in cinema? എനിക്ക് ഞാൻ ഇപ്പോഴും ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് നടിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതിന്റെ മുകളിൽ ഒരു അബവ് ആവറേജ് അല്ലെങ്കിൽ എന്റെ മാക്സിമം ചെയ്യാൻ സിനിമയിൽ ഞാൻ സ്ക്രീനിൽ കണ്ട് എനിക്ക് സന്തോഷം വരണം, എനിക്ക് എന്നെ കുറിച്ച് അഭിമാനിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ എന്റെ കൂടെ ഉണ്ട് അപർണ നായർ on Star Jam with RJ Shan. Thank you. And this is Club FM 94.3 ടൺ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. Avarna Nair, welcome back to my show. Thank you. I'll make some statements and counter ചെയ്യണം. Okay. സായിപ്പിന് കഥകളി കാണാൻ വരാമെങ്കിൽ മലയാളിക്ക് കഥകളി പഠിക്കാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അത്. കഥകളി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ ഉള്ള അത്രയും വലിയൊരു എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കല. അത് നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്യണം. അതിന്റെ വിലയും അതിനോടുള്ള ഒരു എന്താ പറയാ ഇഷ്ടവും അല്ലെ അതിനോടുള്ള ഒരു കാഴ്ചപ്പാടും മാറും. ഇതിപ്പോ ഫോറിനേഴ്സിന് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അങ്ങനെയൊന്നല്ല, അത് വളരെ കുറച്ചേ ഉള്ളൂ. ഫോറിനേഴ്സിന് കാണിക്കാൻ വേണ്ടിയുണ്ട്, ഫോറിനേഴ്സ് കാണണം. ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റേഴ്സ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കാണിക്കാനുള്ള കലാവിരുന്നായി മാറി കഥകളി. നമ്മളെ ആൾക്കാർക്ക് കഥകളി എന്ന് പറയുന്നത് കാണാൻ അധികം താല്പര്യമില്ല. കാരണം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഫോറിനേഴ്സിന് കാണിക്കാം, അല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സിന് കാണിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു വേദിയുണ്ട്, അതിനൊരു റെസ്പെക്ട് കൊടുക്കണം. അത് കൊടുത്ത് എല്ലാവർക്കും കാണിച്ചാൽ കുഴപ്പമില്ല, കാരണം നമ്മളെ അഭിമാനമാണത്. അത് വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചാൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ നിർത്തി അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ആഡിൽ വന്ന പോലെ ആസ് എ കഥകളി ആർട്ടിസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റിൽ കഥകളിയെ കളിയാക്കിയപ്പോ എന്താ തോന്നിയത്? ഐ ഫെൽ ബാഡ് ബിക്കോസ് അവര് ചെയ്യുന്ന കഥകളി ആഡ് ആക്കിയ ആൾക്കാർക്ക് അവർക്ക് അതിന്റെ ഒരു വില അറിയാത്തതുകൊണ്ടാണ്. ആ ഒരു കലാരൂപത്തിന്റെ അത് പഠിച്ച് അത് അരങ്ങിൽ അവതരിപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ടും അതിനോടുള്ള ഡെഡിക്കേഷനും ഒന്നും അറിയാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളെ നാടിന്റെ എന്താ പറയാ അഭിമാനമായിട്ടുള്ള ഒരു കലയാണ്. അപ്പൊ അത് അവർക്ക് അതെങ്ങനെ അതെന്താണ് എത്രത്തോളം വലുതാണ് എന്ന് അറിയാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമയിലും ഡോക്യുമെന്ററിയിലൊക്കെ ഫെയിലിയർ ആണ് അവരുടെ, അല്ലെങ്കിൽ യുനോ നഷ്ടപ്രതാപങ്ങളിൽ നിൽക്കുന്ന ഒരു കലാരൂപം, ഒരു പാവം പിന്നെ ആശാൻ, അങ്ങനെയൊക്കെയാണോ ശരിക്കും? അല്ല, അത് സിനിമയിൽ മാത്രം കാണുന്നതായിരിക്കും. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട എന്റെ ആശ എന്ന് പറഞ്ഞാൽ കലാമണ്ഡലം സാജൻ. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും ലൈഫിൽ മാഷ്ടെ ഒരു മാഷ്ടെ ഒരു ചിന്തകൾ അതിനനുസരിച്ച് ജീവിതത്തിൽ ജീവിച്ച് വിജയിച്ച ഒരാളാണ് കലാമണ്ഡലം സാജൻ എന്ന് പറയുന്നത് എന്റെ ആശാൻ. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കഥകളിക്കാർ അങ്ങനെയാണ്, അത് സിനിമയിൽ കാണിക്കുന്നതാണ്. ഇപ്പൊ എല്ലാരും അതുപോലെ ആവണമെന്നില്ല. എന്റെ ആക്ട്രസ് അപർണ നായർ ഓൺ സ്റ്റാർ ജാം കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. ഞാൻ അപർണ നായരുടെ FB പ്രൊഫൈൽ ഉണ്ടാക്കാൻ പോവാണ്. ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓൺ സ്റ്റാർ ജാം ഓൺ റേഡിയോ. ആർ യു റെഡി? റെഡി. നെയിം അപ്പു നായർ. ഓക്കെ അപ്പു, ഞങ്ങളുടെ നാട്ടിലൊരു ആനയുടെ പേരാ. നല്ല കാര്യം. എന്നെ എല്ലാരും അപ്പു എന്നാണ് വിളിക്കാറ്. ശരി, അപ്പു ഏജ് എത്രയാ? 24. റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? സിംഗിൾ. എഡ്യൂക്കേഷണൽ സ്റ്റേറ്റസ്? ഗ്രാജുവേറ്റ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റസ്? ഒന്നുമില്ല. അടുത്ത കാലത്ത് ഏറ്റവും കൗതുകത്തോടെ കണ്ട വാർത്ത? കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ പേപ്പർ എടുത്തു നോക്കിയപ്പോഴും പലരുടെയും FB ഫോട്ടോസ്, എത്രയോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ ഒന്നും FBയിൽ ഉള്ള ഫോട്ടോസ് ഇതുവരെ ഞാൻ ന്യൂസ് പേപ്പറിന്റെ ഫസ്റ്റ് പേജ് കണ്ടില്ല. പക്ഷെ പലരുടെയും ഫോട്ടോ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഫാന്റാസ്റ്റിക് പോയിന്റ്. യുവർ ഡേറ്റ്, യുവർ റേറ്റ്, യുവർ ഫേറ്റ്. അപർണ നായർ ഒരു ഡേറ്റിന് പോവാണെങ്കിൽ വെക്കുന്ന കണ്ടീഷൻ ഇതായിരിക്കും: മേക്ക് ഷുവർ ദാറ്റ് ഐ എം കംഫർട്ടബിൾ വിത്ത് യു. ആൻഡ് അപർണ നായർ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ യു വിൽ കോട്ട് യുവർ റേറ്റ്. എത്രയാണോ അതിപ്പോ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലല്ല, യു വിൽ കോട്ട് യുവർ. ഐ വിൽ. അതോ ഇങ്ങോട്ട് പറയും? ഐ വിൽ, ബിക്കോസ് ഞാനല്ല അഭിനയിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറയും, എന്നിട്ട് ചിലർക്കത് സമ്മതമായിരിക്കില്ല, ചിലർക്കത് സമ്മതമായിരിക്കും, അതിനനുസരിച്ച് ചെയ്യും. സിനിമയിലെ ഫേറ്റ് എന്താണെന്ന് അപർണയ്ക്ക് അറിയാം? തീർച്ചയായിട്ടും എനിക്കറിയാം. എനിക്ക് അതിനെ കുറിച്ചിട്ട് ക്ലിയർ വിഷൻ ഉണ്ട്. എന്താ? എന്നെ സ്ക്രീനിൽ കണ്ട് എനിക്ക് എന്നെ അഭിമാനം തോന്നണം. അതാണ് എന്റെ സിനിമയിലത്തെ ഫേറ്റ്. സിനിമ ഒരു കോക്ടെയിൽ ആണെങ്കിൽ അതിനകത്ത് പെട്ടാൽ അതിൽ വേണ്ട 3 മിക്സ്ചേഴ്സ് ഡാഷ് ഒക്കെയാണ്. ആസ് എൻ ആക്ടർ ഫസ്റ്റ് തിങ് ലക്ക്, പിന്നെ സെക്കൻഡ് തിങ് അപ്പിയറൻസ്. അതെ, ലുക്കും ഉണ്ടെങ്കിൽ ക്ലിക്ക് ആയിക്കോളും.
വെൽ നെക്സ്റ്റ്, ഒരു നടി ഒരു കോക്ടെയിൽ ആണെങ്കിൽ അതിനകത്ത് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ലാത്ത, ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ലാത്ത 3 എലമെന്റ്സ്. ഒന്ന്, നമ്മളിപ്പം വർക്ക് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച് മോശം പറയാണ്ടിരിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മളെ വർക്കിനോട് ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. അല്ല, ഡെഡിക്കേഷൻ ഇല്ലാണ്ടിരിക്കുക. ഡെഡിക്കേഷൻ കാണിക്കാതിരിക്കുക, ഡിസ്റെസ്പെക്ട് കാണിക്കുക, കുറ്റം പറയാ. ഇത് 3 ആഡ് ചെയ്യരുത്. അതെ. Well, that's Aparna Nair. Star Jamil, we are having a cocktail. Club FM 10 Kanagina. Fun. You're listening to Star Jam on Club FM 94.3. 10 questions. Okay. And Aparna Nair adine 10 true അല്ലെങ്കിൽ false പറയണം. Okay. First, സൈലൻസിൽ നടി പറയൂ. ഗേൾസ് ലൈഫിൽ സൈലന്റ് ആയിരിക്കണം. ചില സമയത്ത് ആവണം, ചില സമയത്ത് ആവണ്ട. നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ വയലന്റ് ആവണം, അല്ലാത്ത സമയത്ത് സൈലന്റ് ആവണം. ഇപ്പോൾ ഞാൻ സിനിമയുടെ സബ്ജക്ട് എന്താണെന്ന് ചോദിക്കും, സ്ക്രിപ്റ്റ് വായിക്കും, എന്നിട്ടേ റോള് ചെയ്യൂ. ട്രൂ. അതെല്ലാരും അങ്ങനെയല്ലേ? അങ്ങനെ ഒരു നടിക്ക് റോള് ചോദിക്കുമ്പോൾ സ്ക്രിപ്റ്റ് ഒരിക്കലില്ല. ഇന്നത്തെ ഒരു സംവിധായകരും അങ്ങനെ നമ്മളാണ് എന്താണ് നമ്മളെല്ലാം അവിടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ സ്ക്രിപ്റ്റ് വായിക്കില്ല. പക്ഷെ ഞാൻ എന്താ പറയാറ് വെച്ചാൽ, എന്താണ് കഥ ചോദിക്കും, അതിൽ എന്റെ കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാനുള്ളത് ചോദിക്കും. എന്റെ പോർഷൻസ് എനിക്ക് മെയിൽ ചെയ്യാൻ പറയും, സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നേരാൻ പറയും. ഒരു യങ് ആക്ടർ ഇതേ ഷോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ചോദിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലപ്പോഴും. സീനിയർ ഇല്ല, അത് നമ്മൾ ചോദിക്കുന്ന രീതിയും കൂടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സിനിമയിൽ വന്നു ഞാൻ മാറി. സിനിമയിൽ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. വെയിറ്റ് ഒരുപാട് കുറച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി. ഞാൻ നല്ല തടിയുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ കുറെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നടിമാരായ മെലിഞ്ഞിരിക്കണം. ഞാൻ മെലിയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മെലിഞ്ഞിരിക്കുന്നവർ ഏത് ഡ്രസ്സ് ഇട്ടാലും അതൊരിക്കലും വൾഗറായി തോന്നില്ല. ഇപ്പൊ നമ്മൾ ഹിന്ദി സിനിമയിൽ കാണുന്ന പലരും അവരെന്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് ഇഷ്ടാവുന്ന അവരെ ബോഡി അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. ഇവിടെ പലരും ഇടുമ്പോൾ നമുക്ക് ഇഷ്ടാവാത്തതും അതുകൊണ്ടാണ്. ഇൻഡസ്ട്രിയിൽ വന്നു ഞാൻ ഒരുപാട് പഠിച്ചു. തീർച്ചയായിട്ടും. എന്ത്? ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ. അത് കാരണം പല രീതിയിലുള്ള പല ഇമോഷൻസ്, പല മൂഡ് സ്വിങ്സ്, അങ്ങനെയുള്ള പല ആൾക്കാരെയും നമ്മൾ ഒരു ഒറ്റ ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഒരേ ദിവസം തന്നെ പല പല രീതിയിലുള്ള ആൾക്കാരെ കാണും. അപ്പൊ അവരെല്ലാരും എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ മുമ്പോട്ട് പോവുക സ്മൂത്ത് ആയിട്ട്, അതൊക്കെ പഠിച്ചു. And she is Aparna Nair with me on Club FM 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. Club FM Star Jamil ഇന്ന് ഞാൻ യങ് ബ്യൂട്ടിഫുൾ ഗോർജിയസ് ഫാന്റാസ്റ്റിക് സൂപ്പർ വണ്ടർഫുൾ ലേഡിയെ ഇന്റർവ്യൂ ചെയ്തു. ഹർ നെയിം ഈസ് അപർണ നായർ. ഹേ, വെൽക്കം ബാക്ക്. താങ്ക് യു. അഭിനയം എന്ന വാക്ക് പഠിക്കാൻ പറ്റില്ല. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എന്നിട്ട് ആക്ടിംഗ് സ്കൂളിൽ ഞാൻ പോയി. ട്രൂ ഓർ ഫാൾസ്? അത് സത്യമാണ്. കാരണം പക്ഷെ ഞാൻ പോയത് എന്ന് പറഞ്ഞാൽ, ആക്ടിങ് എന്നോട് ആദ്യം തന്നെ ലോഹി സാർ പഠിപ്പിച്ചു തന്ന കാര്യം, കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അഭിനയിക്കാം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് തീർച്ചയായിട്ടും അറിയുന്ന ഒരാൾ, ഞാൻ അഭിനയം പഠിക്കാൻ വേണ്ടി ആക്ടിങ് സ്കൂളിൽ പോയില്ല. പക്ഷെ എനിക്ക് അവിടെ പോയി, ഞാൻ സിനിമേനോട് തീരെ ഡെഡിക്കേറ്റഡ് അല്ലായിരുന്നു. അവിടുന്ന് ഞാൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവിടുത്തെ ആറ്റിറ്റ്യൂഡും അതൊക്കെ. ഐ വാസ് ഇൻ കിഷോർ നമിത് കപൂർസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് ആക്ടിങ് ഒരിക്കലും നമുക്ക് ഇനി ഇവിടെയല്ല, ഏത് ലോകത്ത് എവിടെ പോയാലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അവിടെ എനിക്ക് എന്തായെന്ന് വെച്ചാൽ, ഞാൻ ഈ കേരളത്തിൽ കൊച്ചി ആ ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഒരു ചേഞ്ച് വേണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി അവിടുത്തെ ആൾക്കാരായിട്ട്, അവിടുത്തെ തിയേറ്റർ, അവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ മിങ്കിൾ ചെയ്തപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോയത്. അല്ലാണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ആക്ടിങ് എവിടെയും പോയാൽ പഠിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിനിമ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. ഞാൻ ഒരു സിനിമ ഏതാ ഞാൻ പറയില്ല, പക്ഷെ അത് ഒരു സിനിമ കിട്ടാൻ വേണ്ടി ഒരുപാട് ഞാൻ കാത്തിരുന്നുണ്ട്. അത് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഒരു കോളിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫറിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരുപാട് പേഷ്യൻസോട് കാത്തിരിക്കണം. അത് വേണം. ഇഫ് യു റിയലി വാണ്ട് ടു ബിക്കം ആൻ ആക്ടർ. അത് വേണം. കാരണം ഞാനൊരു സിനിമ, ഇപ്പൊ ഞാൻ റൺ ബേബി റൺ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് മുംബൈ പോലീസ്. അത് ഒരു 7 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു 7 മാസം വെയിറ്റ് ചെയ്തോണ്ടാണ് റൺ ബേബി റൺ പോലൊരു നല്ല സിനിമ കഴിഞ്ഞ് മുംബൈ പോലീസ് പോലൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ആ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് നമുക്ക് എപ്പോഴും വേണം. And she is Aparna Nair with me on Club FM 10 കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3.
ഇനി ഞാൻ അപർണ നായർക്ക് 3 കാർഡുകൾ തരാൻ പോവാണ്. ഈ കാർഡിലെ 3 ചോദ്യങ്ങളുണ്ട്. ഇഷ്ടമുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. സോ കാർഡ് നമ്പർ 1. സെക്കൻഡ് ഹീറോയിൻ ടു ലീഡ് ഹീറോയിനിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആക്ടിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ചതെന്ത്? ആക്ടിംഗ് സ്കൂളിൽ പോയി, ആക്ടിംഗ് ക്ലാസ്സിൽ പോയി പഠിച്ചു എന്ത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഛായാമുഖിയിലെ ഡയലോഗ് പറയൂ. ഞാൻ ഛായാമുഖിയിലത്തെ ഒരു ഡയലോഗ് പറയാം. ബിഫോർ ദാറ്റ്, ഛായാമുഖി എന്നുള്ള നാടകത്തെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മോഹൻലാൽ ഓൺ സ്റ്റേജിൽ ചെയ്തിട്ടുള്ള 2ാമത്തെ നാടകമാണ് ആഫ്റ്റർ കർണഭാരം. ആൻഡ് അതിൽ മുകേഷ് അഭിനയിച്ചിട്ടുണ്ട്. ഭീമന്റെ കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്തത്. മുകേഷ് അതില് കീചകനായിരുന്നു. ആൻഡ് ഞാൻ പാഞ്ചാലി. മോഹൻലാലിന്റെ 5 ആയിരുന്നു. പെയർ ഓഫ് മോഹൻലാൽ ഓൺ സ്റ്റേജ്. ഹൗ ഡൈനാമിക് ഇസ് മോഹൻലാൽ. മലയാള സിനിമയിൽ 100 കണക്കിന് നടിമാർ ഓൺ സ്ക്രീൻ മോഹൻലാലിന്റെ കൂടെ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് മലയാള സിനിമയിൽ ഒരേ ഒരു നടിയെ മോഹൻലാലിന്റെ കൂടെ ഓൺ സ്റ്റേജ് സ്പേസ് ഷെയർ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മൾ സംസാരിക്കുന്ന ഒരു മലയാളം അല്ല ആദ്യത്തെ മലയാളം. പൊതുവെ എനിക്ക് മലപ്പുറം ഭാഷയും കൂടെ ആയതുകൊണ്ട് ഞങ്ങളെ അക്ഷരസ്ഫുടത ഇസ് നോട്ട് അത്ര ഹൈ. സോ ഇറ്റ് വാസ് വെരി ടഫ് ഫോർ മീ. പക്ഷെ ഹി ഹെൽപ് മീ എ ലോട്ട്. ഛായാമുഖിയുടെ ഒരു ഡയലോഗ്, പ്രണയിക്കുക എളുപ്പമാണ്, പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത്. അതില് ഛായാമുഖിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ പാഞ്ചാലിനോട് ഭീമൻ എന്ന്, ലൈക്ക് മഹാഭാരതത്തില് പാഞ്ചാലിനോട് ഭീമന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പാഞ്ചാലി എന്ത് പറയണോ അതാണ് ഭീമന്. ഭീമന്റെ ലോകം എന്ന് പറയുന്നത് പാഞ്ചാലിയാണ്. പക്ഷെ പാഞ്ചാലിക്ക് അർജുനനോടായിരുന്നു ഇഷ്ടം. അപ്പൊ ആ ഒരു ഭീമന്റെ ഒരു വിരഹമാണ് ഈ ഒരു ഛായാമുഖി എന്ന് പറയുന്ന ഒരു നാടകത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ലാലേട്ടന്റെ ക്യാരക്ടർ, അതായത് ഭീമൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് എന്റെ ഫേവറേറ്റ്. പ്രണയിക്കുക എളുപ്പമാണ്, പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത്. ഷാന് ജീവിതത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ അത്? ബ്യൂട്ടിഫുൾ. പ്രണയിക്കുക എളുപ്പമാണ്, പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടത്. അതെ. ആൻഡ് ഷീ ഈസ് അപർണ നായർ വിത്ത് മീ ഓൺ Club FM. ടാൻ കണക്കിന് ഫൺ. You're listening to Star Jam on Club FM 94.3. You are under arrest. Abarna, are you ready? Yeah. You are under arrest. ഇൻഡസ്ട്രിയിൽ സൈലൻസ് എന്ന വാക്കിന് ഒരു നടിക്ക് എത്രമാത്രം പ്രോമിനൻസ് കൊടുക്കണം? തീർച്ചയായിട്ടും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു വാക്കാണ് സൈലൻസ്. കാരണം പല സ്ഥലത്തും നമ്മൾ മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ ആ പ്രശ്നം അതോടുകൂടി തീരും. നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്താൽ അത് വഷളാവും. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തിരുന്ന ആളാണ്, ഇപ്പൊ കുറച്ച് വരികയാണ്. ഓവർ റിയാക്ഷൻ ആണോ ഇതിനെ ഉദ്ദേശിക്കുന്നത്? അതോ റിയാക്ട് ചെയ്യേണ്ട അവിടെ കൂടി സൈലൻസ് പാലിച്ചു കഴിഞ്ഞാൽ? ചിലർ ബുദ്ധിയില്ലായ്മയോട് ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്തേക്ക് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെൽ, സൈലൻസ് എന്ന വാക്ക് ഒരു ആക്ടറിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇന്നത്തെ കാലം PR-ന്റെ കാലാണ്. യു ഷുഡ് കീപ് ടോക്കിംഗ് ആൻഡ് യു ഷുഡ് കീപ് മേക്കിംഗ് നോയ്സ്. ചില ആക്ടേഴ്സ് എല്ലാം സൈലന്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. ഏതാ ശരിക്കും ഗെയിൻ? ഒരാള് ശബ്ദിക്കുന്നതാണോ? തീർച്ചയായിട്ടും ശബ്ദിക്കുന്ന ആൾക്കാണ് ഗെയിൻ. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞാല് ശബ്ദം ഉണ്ടാക്കുന്നവരെ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പൊ ആസ് എൻ ആക്ടർ എപ്പോഴെങ്കിലും അത് ആലോചിച്ചു? തീർച്ചയായിട്ടും അങ്ങനെ വേണം. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ കുറച്ച് പിറകോട്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് എനർജി കുറഞ്ഞ ഒരു നോർമൽ ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ഇസ് ലൈക്ക് വെരി ലോ പ്രൊഫൈൽഡ് ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണോ വേണ്ടത് ആക്ടർ? അങ്ങനെയല്ല. തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ കുറച്ചും കൂടി എന്നെ പ്രൊമോട്ട് ചെയ്യണം. എന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തണം. അപർണ നായർ, ഈ മുഖം അപർണ ചെയ്ത കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടില്ല, ഇങ്ങനൊരു തുലാസിൽ ആടിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല. ഞാൻ ചെയ്ത ചില കഥാപാത്രങ്ങൾ ആൾക്കാർക്ക് അറിയാം, പക്ഷെ എന്നെ പേഴ്സണലി ആർക്കും അറിയില്ല. അത് ചിലപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ മാറുണ്ടാവും. I don't know. That's okay. You are under arrest on Club FM. Star Jam. Done. Kanakine fun. You're listening to Star Jam on Club FM 94.3. Star Jam with RJ Sean. Club FM Star Jam ഇന്ന് ഞാൻ young, beautiful, gorgeous, fantastic, super wonderful lady interview ചെയ്തു. Her name is Abarna Nair. Hey, welcome back. Thank you. So finally we are closing the show. So how was Star Jam? Star Jam was nice. എനിക്ക് എൻ്റെ ഒരു പിടുത്തുണ്ട്. കാരണം എൻ്റെ വോയിസ് ഇങ്ങനെ കീ അടിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എൻ്റെ വോയിസ് ഞാൻ റേഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസും നമ്മളെ ഇന്ററാക്ഷൻസ് എവറിത്തിങ് വാസ് റിയലി നൈസ്. സ്റ്റാർ ജാമിൽ എനിക്ക്
കുറച്ച് മലപ്പുറം ഭാഷ പഠിപ്പിച്ചു തരൂ, മലബാർ പഠിപ്പിച്ചു തരൂ, കോഴിക്കോടനാക്കി തരൂ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ ഒരിക്കലും എന്റെ മലപ്പുറം ഭാഷ മാറ്റാൻ നോക്കിയിട്ടില്ല. കാരണം അതെന്റെ ഐഡന്റിറ്റിയാണ്. ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ അല്ല ഞങ്ങൾ അവിടെ പറയാം. അത് ശരിയാണ്. എന്നാലും കുറച്ച് വാക്കുകൾ ഉണ്ടാവുമല്ലോ. ഓരെന്ന് പറയും നമ്മള്. പിന്നെ ഇവിടുത്തെ പല സാധനങ്ങളും ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ വരുമ്പോഴാണ് ഈ തോരൻ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ തോരൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാ. എല്ലാത്തിനും ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാം. അത് അക്ഷരസ്ഫുടതക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരല്ല. ഞാൻ അവിടേക്ക് ഞാനൊന്ന് കൊച്ചി വിട്ട് മലപ്പുറം പോയി നിന്നൊരു 5 ദിവസം 10 ദിവസം കഴിഞ്ഞ് എന്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോ നിങ്ങൾ എവിടെയാന്നൊക്കെ ചോദിച്ചാൽ പറയോ ശരി. സ്റ്റാർ ജാം എങ്ങനെ ഉണ്ടായിരുന്നു മലപ്പുറം ഭാഷയിൽ ഒന്ന് വർണ്ണിക്കുക. സ്റ്റാർ ജാമിന് പോയപ്പോ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ വിചാരിച്ചില്ല. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ അങ്ങോട്ട് പോയി. Thank you very much, Abarna. It's great talking to you. I had fun. That's Abarna Nair with me on Star Jam. Ton കണക്കിന് fun. Ton കണക്കിന് fun.